ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കസ്റ്റമൈസ്ഡ് പ്രയർ മാറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് ഖുർആൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അത് പോയി കാണാം കേട്ടോ. ഖുർആൻ ചെയ്യാൻ എടുത്തിട്ടുള്ള സെയിം മെറ്റീരിയലാണ് നമ്മൾ പ്രയർ മാറ്റിനും എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് അറ്റത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെങ്കിൽ മെറ്റീരിയൽ ഏത് കളറാണോ ആ കളർ നൂലാണ് നമ്മൾ കേസിൽ അടിനൂലായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ലേസിൻ്റെ കളർ ഏതാണോ അതാണ് മുകൾ ഭാഗത്തുള്ള നൂലായിട്ടും വെക്കേണ്ടത്. അപ്പോഴേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ കേസിൽ ബ്ലാക്കും മുകൾ ഭാഗത്ത് ഒരു ക്രീം കളർ പോലത്തെ നൂലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ രണ്ടറ്റത്ത് മാത്രമേ ലേസ് വെക്കുന്നുള്ളൂ, രണ്ടറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ലേസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കറക്റ്റ് അളവിൽ ലേസ് എടുക്കരുത്. 1 ഇഞ്ച് കൂടുതലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലായിട്ടും അടിഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലേസ് എടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് അളവിനല്ലാണ്ട് ഒരു ഇഞ്ച് കൂടുതൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചിലവരൊക്കെ ഓവർലോക്ക് ചെയ്യുന്നുണ്ട് അറ്റത്തായിട്ട്. പക്ഷേങ്കിൽ ഓവർലോക്കിനെക്കാട്ടി ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, നീറ്റ്നെസ് ഉള്ളത് ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴാണ്. ഇൻ്റർലോക്ക് അങ്ങനെ എല്ലാ ഷോപ്പിലും ഇല്ല, ചില ഷോപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഒരു ഷോപ്പിൽ ഇൻ്റർലോക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ലേസ് കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് മനസ്സിലാവായോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക, അതിനകത്ത് DM ചെയ്താൽ മതി വാട്സപ്പിൽ. എൻക്വയറീസ് ആണെങ്കിലും ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വാട്സപ്പിൽ DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ ലേസ് മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ നല്ല വശം ലേസിൻ്റെ ചീത്ത വശം ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് ഭാഗം മെറ്റീരിയലിൻ്റെ അറ്റത്ത് നിന്നും അടിഭാഗത്തോട്ട് മടക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അടിഭാഗത്തോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അല്ലാണ്ട് മെറ്റീരിയലിൻ്റെ അറ്റത്ത് ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുക. ഞാനിങ്ങനെയാണ് ചെയ്യൽ. എനിക്ക് ഒന്നുകൂടെ നീറ്റ്നെസ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ സ്റ്റിച്ചാക്കിയിട്ട് ചെയ്യുക. 2 തവണ 3 തവണ അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നീറ്റ്നെസ് പോകും. ഒറ്റ തവണ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചെറിയ സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കുക. പിന്നെ കസ്റ്റമൈസേഷൻ ഓൾസോ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പേര് കൊടുക്കണം എന്നുണ്ടെങ്കിലും കാബൻ്റെ ചിത്രം കൊടുക്കണം എന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്യും. ഈ കസ്റ്റമർ വന്നിട്ട് നമുക്ക് ലേസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.